ദൈവത്തിന് സ്തോത്രം. മല്ലനായ ഗോലിയാത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തെയും ജനങ്ങളെയും പരിഹസിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനം മുഴുവനും ഒരു വാക്കുപോലും പ്രതികരിക്കാതെ അവനെ ഭയപ്പെട്ട് അകന്നു മാറി നിൽക്കുകയാണ്. അപ്പോൾ നന്നേ ചെറുപ്പമായ ദാവീദ് അവനെതിരെ കല്ലും കവണിയുമായി ഇറങ്ങിത്തിരിച്ചു. 6 മുഴവും 1 ചാണും ഉയരം, തലയിൽ പിച്ചളത്തൊപ്പി, 5000 ശേക്കൽ തൂക്കമുള്ള പിച്ചള കവചം, പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട, 100 ശേക്കൽ ഭാരമുള്ള ഇരുമ്പ് മുനയും 600 ശേക്കൽ തൂക്കമുള്ള കുന്തവുമായി നിൽക്കുന്നു ഗോലിയാത്ത്. കയ്യിൽ കവണിയും കല്ലുമായി അവനെ നേരിടാൻ മുമ്പിൽ നിൽക്കുന്നത് ദാവീദ് എന്ന ബാലൻ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വൈരുദ്ധ്യമായിരുന്നിരിക്കണം അത്. ഡേവിഡ് വിത്ത് ഗോലിയാത്ത്, ദ കൊളോസൽ മിസ്മാച്ച്. ദാവീദിനെ ഒരു എറുമ്പിനെ പോലെ ചവിട്ടി അരയ്ക്കുന്നത് കാണാൻ ജനം നോക്കി നിൽക്കുമ്പോൾ ദൈവം അവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി. കവണിയിലെ ഒരൊറ്റ കല്ലുകൊണ്ട് ദാവീദ് ഗോലിയാത്തിൻ്റെ ഫ്രണ്ടൽ ലോബ് തകർത്തു. ഭീകരനായ മല്ലനെ കൂപ്പുകുത്തി നിലത്തു വീഴ്ത്തി. സർവശക്തനായവനാൽ ദാവീദ് ശക്തനാക്കപ്പെട്ടപ്പോൾ മല്ലൻ ഗോലിയാത്ത് അടിതെറ്റി നിലത്തു വീണു. ഇത്ര വലിയ സാഹസികതയ്ക്ക് ചുവടുവെക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ച വികാരമെന്താണ്? മല്ലനെ കണ്ട് ജനമെല്ലാം ഭയന്നോടിയപ്പോൾ കാലുറപ്പിച്ച് സധൈര്യം നേരിടാനുള്ള ദാവീദിൻ്റെ ഇച്ഛാശക്തിക്ക് പിന്നിലെ പ്രേരണ എന്തായിരുന്നു? ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുന്നത് കേട്ടതിലുള്ള മനോദുഃഖവും വൈകാരിക മുറിവുകളും ഒക്കെ ആയിരുന്നു ആത്മരോഷം കൊള്ളിച്ചത്. ദൈവത്തിൻ്റെ പ്രിയമാനസനായ ദാവീദ് അന്നേ തന്നെ സമർപ്പിത ആരാധകനായിരുന്നു. ദൈവനാമത്തിന് കളങ്കമുണ്ടാക്കുന്ന പാപപ്രവർത്തനങ്ങൾക്കായി പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ലഹരിയും ലൈംഗിക വൈകൃതങ്ങളുമൊക്കെ പ്രലോഭനങ്ങളുണ്ടാക്കുമ്പോൾ ഉറച്ച നിലപാടുകളോടെ ശക്തമായി ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. പല നഷ്ടങ്ങളും റിസ്കുകളും ഭീഷണിയുമൊക്കെ സഹിച്ച് ദൈവനാമം മറ്റുള്ളവരുടെ സ്വഭാവത്തിലൂടെയും മറ്റുള്ളവരിലൂടെയും കളങ്കപ്പെടാതിരിക്കാൻ ചില ശക്തമായ തീരുമാനങ്ങളും നടപടികളും ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എടുക്കണം. എവറസ്റ്റ് കൊടുമുടി പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലതകൾക്കും പ്രതിസന്ധികൾക്കും സാത്താന്യ ശത്രുക്കൾക്കുമെതിരെ ഒറ്റയാൾ പട്ടാളമായി ഉറച്ചു നിൽക്കുന്ന ദാവീദുമാർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. സ്കൂളിൽ, ഹോസ്റ്റലിൽ,
ഓഫീസിൽ, ദാമ്പത്യ ബന്ധത്തിൽ, സൈനിക ബാരക്കുകളിൽ, ജയിലുകളിൽ, സഭയിലൊക്കെ ന്യൂനപക്ഷമായ ദാവീദുമാർ ഇന്നും ഉണ്ട്. പാപവ്യവസ്ഥിതികളോട് നിരന്തരം പടവെട്ടുന്ന ഈ ന്യൂനപക്ഷമാണ് ഭൂമിയിൽ ദൈവരാജ്യവും ദൈവിക മൂല്യങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്നവർ. തിരുനാമ മഹത്വത്തിനു വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഉറച്ചു നിന്ന ചരിത്രത്തിലെ ചുരുക്കം ചില സ്ത്രീ പുരുഷന്മാർ എല്ലാ തലമുറകളിലും ഉണ്ടായിട്ടുണ്ട്. മനസ്സിൽ മത, രാഷ്ട്രീയ, വർഗീയ മതിലുകളൊന്നുമില്ലാതെ ദൈവിക മൂല്യങ്ങളുടെ അടിസ്ഥാനം ഉറപ്പിക്കാൻ സുധീരം പോരാടിയ പോരാളികളാണ് അവർ. അവർ തിരുത്തി എഴുതിയ തെറ്റിദ്ധാരണകളും പുനഃസ്ഥാപിച്ച ദൈവിക മൂല്യങ്ങളും അതുണ്ടാക്കിയ സമൂഹത്തിലെ പ്രതിഫലനങ്ങളുമൊക്കെ വളരെ വളരെ അധികമാണ്. ദാവീദിനെ പോലെ ദൈവതിരുനാമ മഹത്വത്തിനായി മൂല്യപ്രതിബദ്ധതയോടെ ഉറച്ചു നിൽക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. നേതൃത്വത്തെയും വ്യവസ്ഥിതിയെയും കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കരുത്. മല്ലന്മാരെയും വില്ലന്മാരെയും ഒക്കെ കണ്ട് ആൾക്കൂട്ടത്തിൻ്റെ പിന്നിൽ ഒളിക്കുന്ന ഭീരുക്കളാകരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. ചെറിയവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്ന വലിയവനായ ദൈവത്തിന് നിങ്ങളെയും എന്നെയും കൊണ്ട് നിറവേറ്റുവാൻ അനേകമനേകം നിയോഗങ്ങളുണ്ട്. നമ്മുടെ ശക്തി, നമ്മുടെ കഴിവ്, നമ്മുടെ ആൾബലം, അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ഭയപ്പെടരുത്. ദൈവം കൂടെയുള്ളപ്പോൾ നമ്മളൊരു മഹാസൈന്യമാണ്, ശക്തരാണ്. കല്ലും കവണിയും എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ എല്ലാ മല്ലന്മാരെയും ദൈവം നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കും. പഠനത്തിൽ, പുതിയ ജോലിയിൽ, ജീവിതത്തിലെ വെല്ലുവിളി നിറഞ്ഞ നിയോഗങ്ങളിലൊക്കെ നമ്മൾ ഈ കാര്യം ഓർക്കണം. ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വിജയിച്ചിരിക്കും. മറിയാമിനെ പോലെ സമർപ്പിക്കാനും സറണ്ടർ ചെയ്യാനും തയ്യാറാണെങ്കിൽ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തരാക്കപ്പെടുന്ന നമ്മൾ മല്ലന്മാരെ കീഴടക്കി ദൈവിക പദ്ധതികൾക്ക് അടിസ്ഥാനം ഉറപ്പിക്കും. ഇമ്മാനുവേൽ കൂടെയുള്ളപ്പോൾ നമ്മളൊരിക്കലും ഭയപ്പെടരുത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവിക മൂല്യങ്ങളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനങ്ങൾ അട്ടിമറിക്കപ്പെട്ട ഈ ലോകത്തിൽ സത്യത്തിൽ ഉറച്ചു നിന്ന് ദൈവിക നീതിയുടെ അടിസ്ഥാനം ഉറപ്പിക്കാനുള്ള കൃപയും ബലവും തരണമേ, ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.